പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് സെമസ്റ്റർ ബോട്ടണി തിയറി എക്സാമിന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിൽ എന്നോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, അതേപോലെ എൻഡോസ്പെം, ഈ 3 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ 3 ടോപ്പിക്കും എക്സാമുമായി വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഏതും എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറയും. ഇതിന്റെ നോട്ട്സും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. ഈ പവർ പോയിന്റ്സ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് നോട്ടിന്റെ ഒരു ഫോർമാറ്റിലാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ചു പറയാം. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. +1 അടക്കം പഠിച്ച +1 +2 പഠിച്ച ടോപ്പിക്കാണ്. സി, നമുക്കറിയാം വാട്ട് ഈസ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ sexual reproduction in flowering plant was first studied by Camaralius. ഒരു പക്ഷേ ഒബ്ജക്റ്റീവിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലോറിംഗ് പ്ലാന്റ്സ് ആദ്യമായിട്ട് സ്റ്റഡി ചെയ്തിരിക്കുന്ന ആരാന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരും. റിമെമ്പർ ദ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. സി, എ വേൾ ഓർ വെർട്ടിസെൽ ഈസ് എൻ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽ, പെറ്റൽസ്, ലീവ്സ്, ടിപ്പിൾസ്. ഇതെല്ലാം നമ്മുടെ ഫ്ലവറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ എപ്പോഴും പോളിനേഷന് സഹായിക്കും എന്നുള്ളതാണ്. പരാഗണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് നമ്മൾ പണ്ടേ പറയുന്നതാണ്. സോ ആക്ച്വലി ദ പോളിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് pollen grains from another to one to another stigma, or we can say that pollen grains from one plant to another, or we can say that from a particular part of particular flower to another plant. Okay, അപ്പം പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലോട്ട് പതിയുന്ന പ്രോസസ്സിനെയാണ് പൊളിനേഷൻ എന്ന് പറയാം. Stigma or flower is called pollination. This transfer is achieved through either by biotic. ഈ പറയുന്ന പൊള്ളൻ ഗ്രെയിൻസ് ഫ്ലവറിന്റെ വളരെ പ്രധാനപ്പെട്ട ആൻഡ്രീഷ്യം അല്ലെ. നമുക്കറിയാം ഒരു ഫ്ലവർ എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട വേളുണ്ട്. എസെൻഷ്യൽ വേളും നോൺ എസെൻഷ്യൽ വേളും ഉണ്ട്. എസെൻഷ്യൽ വേൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ്, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. നോൺ എസെൻഷ്യൽ വേൾ എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ആണ്. അതെന്തൊക്കെയായിരിക്കും അത് നമുക്കറിയാം, കാലിക്സും കൊറോളയൊക്കെയാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, ഞാൻ പറയുന്നില്ല ഒന്നും. അപ്പൊ ഇവിടെ ഈ പറയുന്ന ആൻഡ്രീഷ്യത്തിൽ നിന്നും പൊള്ളൻ ഗ്രെയിൻസ് ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മയിലോട്ട് വന്ന് വീഴുന്ന പ്രോസസ്സാണ് പൊളിനേഷൻ. അപ്പൊ ഈ പൊളിനേഷൻ പ്രോസസ്സിന് പല ആൾക്കാരും സഹായിക്കുന്നുണ്ട്. അത് ഇൻസെക്ട് ഉണ്ട്, അതേപോലെ ബേർഡ്സ് ഉണ്ട് അല്ലെ, ഓർ വി ക്യാൻ സേ ദാറ്റ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് വിൻഡ്, വാട്ടർ, ഇതൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ ആർ 2 important mode of pollination. We can say that it is biotic and other one is called abiotic. Pollinating agents are those organism, or we can say that some of the important agents, they are in case of biotic chelpum insect ആയിരിക്കും, birds ഒക്കെ ആയിരിക്കും. The process of pollination occur only in gymnosperm and angiosperm. ഇല്ലേ, ഈ 2 ഗ്രൂപ്പിൽ മാത്രമേ പൊളിനേഷൻ നടക്കാറുള്ളൂ. സി, 2 ടൈപ്പ് പൊളിനേഷൻ ഉണ്ട്. ക്രോസ് പൊളിനേഷൻ ഉണ്ട്, സെൽഫ് പോളിനേഷൻ ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. there are 2 type of pollination. അത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് ക്രോസ് പോളിനേഷൻ ആൻഡ് സെൽഫ് പോളിനേഷൻ. എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റിന്റെ ആൻഡ്രീഷ്യത്തിൽ നിന്നും അല്ല ആ പൊള്ളൻ ഗ്രെയിൻ, ആൻഡ്രീഷ്യത്തിലെ പൊള്ളൻ ഗ്രെയിൻ അവിടെ തന്നെയുള്ള ഗൈനേഷ്യത്തിൽ വന്ന് വീഴുന്ന പ്രോസസ്സാണ് എന്ത് ഈ പറയുന്ന സെൽഫ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ വെച്ചാൽ ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പണലിലോട്ട് പൊള്ളൻ ഗ്രെയിൻസ് കൊണ്ടുപോകും. അതിനാണ് ഏജൻസ് വേണ്ടത് അല്ലേ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്, പഠിച്ചതാണ്. സോ ഇതാണ് പോളിനേഷനെ കുറിച്ച് വളരെ എക്സാമിന് നിങ്ങൾ ബ്രീഫ് ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക്. സെൽഫ് പോളിനേഷൻ ഉണ്ട്, ക്രോസ് പോളിനേഷൻ ഉണ്ട്. സി, സെൽഫ് പോളിനേഷൻ 2 ടൈപ്പാണ്. ദാറ്റ് ഈസ് ഓട്ടോഗമി, ദെൻ ജീഷ്ണോഗമി, ദെൻ അനദർ വൺ ദ ക്രോസ് പോളിനേഷൻ ഈസ് അഗൈൻ ഡിവൈഡ് ടു ബയോട്ടിക് ഫാക്ടേഴ്സ്. അതുകൊണ്ടും വീറ്റ് പോളിനേഷൻ ആവാം, വാട്ടർ പോളിനേഷൻ ആവാം. ദെൻ അത് വീണ്ടും 4ആയിട്ട് ക്ലാസ്സിഫിച്ചിരിക്കുന്നു. എൻഡമോഫിലി, ദെൻ ചിറോപ്പോഫിലി, ദെൻ മെൽക്കോഫിലി ആൻഡ് ഒറിന്തോഫിലി. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോട്ടും ഇതിന്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ പോകണമെന്നുള്ള ആവശ്യമില്ല, ജസ്റ്റ് ഇവിടെ നോക്കിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഓരോ പോളിനേഷന്റെയും പ്രത്യേക. എൻഡമോഫിലി ബൈ ഇൻസെക്ട്, ദെൻ ചിറോപ്റ്റോഫിലി ബൈ ബാറ്റ്സ്, ദെൻ മാൽക്കോഫിലി ബൈ സ്നെയിൽസ്, ദെൻ ഒറിന്തോഫിലി ബൈ ബേർഡ്സ്. ദെൻ ഏജൻസ് ഓഫ് പൊളിനേഷൻ. പൊളിനേഷന്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ നമുക്കറിയാം, ഇതൊക്കെയാണുള്ളത്. ബയോട്ടിക് ആണെങ്കിൽ അനിമോഫിലി ബൈ വിൻഡ്, ദെൻ ഹൈഡ്രോഫിലി ബൈ വാട്ടർ, ദെൻ ബയോട്ടിക് ആണ് ഇത്ര ആൾക്കാരുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സി, ദിസ് ഇസ് ദ ഡീറ്റെയിൽ നോട്ട് ഓഫ് ദ മോഡ് ഓഫ് പൊളിനേഷൻ. റിമെമ്പർ, ഇതെല്ലാം ഡീറ്റെയിൽ ആണ്, ഞാൻ പറയുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ഇതിനെ നോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, Then എന്താണ് pollination significance? The most important significance of pollination is the mode of pollination play an important role in plant breeding.
It has an impact on 5 important aspects, that is gene action, gene constitutions, adaptability, genetic purity and transfer of gene. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊളിനേഷൻ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഡിഫറെന്റ് ആയിരിക്കുന്ന ആസ്പെക്ട്സിലോട്ട് ക്രോപ്പുകൾ പോയിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം പല ക്രോപ്പുകളും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കുന്നത് കുറച്ചുകൂടി എന്താ പറയാ, നമ്മളിപ്പോ പറയാം നമുക്ക് കോവിഡ് ജനറ്റിക് ഫോർമേഷൻ നടന്നു എന്ന് പറയും അല്ലെ, പുതിയൊരു ഫോമിലേക്ക് വന്നു. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് പല രീതിയിലുള്ള ഓർഗാനിസം ഇതിനനുസരിച്ച് മാറും. അപ്പൊ അത് മാറുന്നതിന്റെ വളരെ പ്രധാന ഒരു കേസ് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം പോളിനേഷൻ ആണ്. ഡിഫറെന്റ് ആയിരിക്കുന്ന പൊളൻ ഗ്രെയിൻസ് പല പ്ലാന്റിലോട്ടും വരും, അതിനനുസരിച്ച് അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതിന്റെ എന്താ പറയുക മോർഫോളജിക്കൽ അപ്പിയറൻസ് ഒക്കെ മാറും. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഷുഡ് റിമെമ്പർ ദിസ് പോയിന്റ്. ദെൻ ഏജൻസ് ഓഫ് പൊളിനേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇൻസെക്ട്, വിൻഡ്, വാട്ടർ, ആനിമൽസ്, ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കണം നിങ്ങൾ വിൻഡ് പൊളിനേഷൻ എങ്ങനെയാണ്. സി then water pollination, hydrophily. Hydrophily, it's reverse pollination through about water. That is രണ്ട് type ഉണ്ട്. We can say that hydrophily, pollination occurring on water surface. Then we can say that hydrophily, that is pollination occurring beneath the water. അത് രണ്ട് രീതിയിലും ചിലപ്പോൾ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. Just remember. So this is an example. Then pollinating agents, wind, type of pollination, self, അതേപോലെ തന്നെ ക്രോസ്, ആർട്ടിഫിഷ്യൽ, ഇതൊക്കെ ടൈപ്പ് പോളിനേഷൻ എല്ലാം ഈ പറയുന്ന ഏജൻസിനെ സഹായിക്കാറുണ്ട്. ദെൻ എൻഡോമോഫിലി, വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻഡോമോഫിലി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി എൻഡോമോഫിലി നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. സി ഓൾ ദീസ് ആർ ദ എൻഡോമോഫിലി, ദാറ്റ് ഈസ് യു നോ ബൈ ദി ഹെൽപ്പ് ഓഫ് സർട്ടൻ ഇൻസെക്ട്സ്. ഓക്കെ, ഇതൊക്കെ എൻഡോമോഫിലിയുടെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ ടോപ്പിക്ക് തറോ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിലേക്ക് ഞാൻ പറയുന്നത്. സിൻ ഒറിന്തോഫിലി, ദെൻ ചിരിന്തോഫിലി. ഓക്കെ, ഇത്രയാണ്. അപ്പൊ പോളിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ അത്രയും ടോപ്പിക്കാണ് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് പോളിനേഷൻ, 2 ടൈപ്പ് ഓഫ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ. ദെൻ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ, ഏജന്റ് എങ്ങനെയാണ്, ദാറ്റ് ഇസ് മോഡ് ഓഫ് പൊളിനേഷൻ എന്തൊക്കെയാണ് ഓർക്കേണ്ടത്. നമുക്കറിയാം ബയോട്ടിക് ഉണ്ട്, എബയോട്ടിക് ഉണ്ട്. എബയോട്ടിക്കൽ എന്തൊക്കെയാണ്, വാട്ടർ ഉണ്ട്, അതേപോലെ വിൻഡ് ഉണ്ട്. ദെൻ എബയോട്ടിക്കൽ എന്തൊക്കെയാണ്, ബയോട്ടിക്കൽ എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫെർട്ടിലൈസേഷൻ, എന്താണ് ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് അറിയാം. The fusion of male gametes with the female gamete is called fertilization. The phenomenon of fertilization was first reported by Edward Straits in 1894. ഓർക്കണം, ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പിലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. The male gametes are brought to the egg by pollen tube. The phenomenon is known as sphygmogamy എന്നാണ് ഇനി പറയാം. So what is, or we can say that siphonogamy. So what is siphonogamy? The male gamete are brought to the egg by pollen tube. The phenomenon is called siphonogamy. Fertilization occurs in 4 main stages. This is remember, ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടതാണ്. Germination of pollen tube on stigma, growth of pollen tube entry into the embryo sac, then fusion of gametes. Then the steps of pollination and fertilization of flowering plants. വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ്. So remember the most important steps. നോക്കൂ നിങ്ങൾ, ഇതാണ് സാധാരണ നടക്കുന്ന പ്രോസസ്. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പൊളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് ഫ്ലവർ, ഫംഗ്ഷൻ ഓഫ് മെഗാസ്പോർ, ഇതൊക്കെ നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം. പൊളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വന്നിട്ടുണ്ടാവുന്ന ചേഞ്ചസുകളാണ് ഇതെല്ലാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനമായിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. കുറച്ചുകൂടി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? See, the pollen tube always enters the embryo sac at the micropylar end. Inside the embryo sac, on male gamete fuses with the egg to form diploid zygote. This process is known as syngamy. The other male gamete fuses with the secondary nucleus to form triploid primary endosperm nucleus. This process is known as triple fusion. Appo syngamy കഴിഞ്ഞു, then triple fusion. The occurrence of syngamy and triple fusion simultaneously in angios is called double fertilization. അപ്പോൾ സിംഗമിയും ഡബിൾ ഫെർട്ടിലൈസേഷനും ഒന്നിച്ച് നടക്കുന്നതാണ് ട്രിപ്പിൾ. അതായത് ഈ പറയുന്ന രണ്ട് പ്രോസസ്സ് ഒന്നിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഫസ്റ്റ് റിപ്പോർട്ടഡ് ബൈ SN Noshins. അത് ഓർത്ത് വെക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ ഞാൻ 4-5 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ. See, this is actually the angiosperm life cycle. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവുന്ന പ്രോസസ്സാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആക്കി വെച്ചത്. ഇത് മാത്രം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇവിടെ ഓരോ സ്റ്റേജും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. See now, നമുക്കറിയാം
ഈ പറയുന്ന പ്രോസസ്സിനെ ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എഗ്, നോ, then male gametes, zygote ഉണ്ടായി, embryo, then secondary nucleus, male gamete, triple fusion, primary endosperm, nucleus endosperm, syngamy, triple fusion, double fertilization. Then pollen germinates on stigma, pollen tube begin grow on the style. Fertilization വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. ഇത് മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി പോയിന്റ് വൈസ് ആയിട്ട്. Then pollen generative cell nucleus divide to form 2 sperm nuclei in the pollen tube. Pollen tube completes growth toward the egg. അല്ലേ? Then one sperm nucleus unite to the egg to form zygote. The another fuses with the two polar nuclei to form endosperm. So fertilization, ഏത് fertilization നമ്മൾ പറയുമ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഡബിൾ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ ഈ ഒരു സ്റ്റേജ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ you have to answer the fertilization process. Then എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷന്റെ സിഗ്നിഫിക്കൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാം. The female gamete stop its growth at 8 nucleated stage. Further growth continues after double fertilization. Syngamy leads to diploid zygote which later on changes to embryo. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. സോ റിമെമ്പർ ദിസ് പോയിന്റ്. Then പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവന്റ്. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു? ബിഫോർ ഇതൊക്കെയാണ് ഉണ്ടാവുക, ആഫ്റ്റർ ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. സോ ഫെർട്ടിലൈസേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഈവന്റ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റിനെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ മുമ്പ് ഇതെല്ലാം ഉണ്ടാവും, അതിനുശേഷം ഇതായി മാറും. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റേജ് ഓഫ് ഫെർട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജസ്. ദെൻ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, വാട്ട് ഈസ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി? അതായത് കൂടിച്ചേരാതിരിക്കുക എന്നുള്ളതാണ് പറയാം. ദ pollen grains from one species fail to germinate on the stigma of another species. This is known as interspecific incompatibility. ഓക്കെ, സ്പീഷീസ് തമ്മിൽ ഇൻകോമ്പാക്റ്റബിലിറ്റി, ഒത്തുചേരായ്മ എന്ന് പറയും. ഇൻട്രാസ്പെസിഫിക് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ട്, ഇൻട്രാസ്പെസിഫിക് ഇൻകോമ്പാക്റ്റബിലിറ്റി, സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഇതൊക്കെ പലതരത്തിലുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. എന്തൊക്കെയാണ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. There are two quite different type of self-incompatibility, that is gametophytic self-incompatibility and sporophytic self-incompatibility. എന്താണ് gametophytic? This occurs when S allele of the pollen grains matches either of the S allele of the stigma. In this case, pollen tube begin developing but stop before reaching the micropyle. Example for Solanaceae process. അതൊരു ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറയുന്നത്. അതായത് gametophytic ലെവലിലുള്ള ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ് ഒരു ടൈപ്പ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. Then sporophytic. It occurs when one of the two allele of the pollen producing sporophyte matches one of the S allele of the stigma. അത് സ്പോറോഫൈറ്റിന്റെ ലെവലിൽ, സ്പോറോഫൈറ്റ് വാട്ട് ഈസ് ദാറ്റ്, ഗാമെറ്റോഫൈറ്റിക് സ്റ്റേജിൽ വന്നിട്ട് സ്പോർ ആവുന്ന സ്പോർ ലെവലിലുള്ള, നമുക്കറിയാം ബ്രയോഫൈറ്റിലും ട്രിഡോഫൈറ്റിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ സ്പോറോഫൈറ്റിക് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പം എന്താണ് ഫെർട്ടിലൈസേഷൻ, അഡീഷണൽ ആയിട്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാലും വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് മാത്രം പോയത്. ഇനി എന്താണ് എൻഡോസ്പെർം? Endosperm is a nutritive tissue found in the seed of nearly all the flowering plants after fertilization. Fertilization നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ് എൻഡോസ്പെർം. This endosperm is normally formed in the process of double fertilization. 3 ടൈപ്പുകൾ എന്താണ്? ന്യൂക്ലിയർ ടൈപ്പ്, then another one cellular type, then third one heliobial type, and fourth one ruminate endosperm. ഇതിന്റെ വളരെ ഡീറ്റെയിൽ ആയി നോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ 3 പറഞ്ഞിരിക്കുന്നത്. എന്താണ് 3 നോക്കുക. ന്യൂക്ലിയർ ടൈപ്പ് എന്താണ്? In this type, the first division and usually several of the following division are unaccompanied by wall formation. The nuclei may either remain free or later stage they may become separate by walls. That is the concept of nuclear endosperm. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ 2 മാർക്ക് 3 മാർക്സിനൊക്കെ ചോദിക്കും. ഇതാണ് അതിന്റെ ഫിഗർ, റിമെമ്പർ. Then cellular type. In this case, there is a cytokinin after each nuclear division of endosperm nucleus. The endosperm thus has cellular form from the very beginning because first and subsequent division. The next one, heliobial type. It is an intermediate type between the nuclear and cellular type. The first division is accompanied by cytokinesis, but the subsequent one are free of nuclear. Then ruminate endosperm. നമ്മൾ സാധാരണ അടക്കണ്ടേക്ക എൻഡോസ്പെർം എന്ന് പറയുന്നത് ruminate ആണ്. Endosperm having irregular ridges and furrows on the surface. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, അടക്ക മുറിച്ചു പോയി കഴിഞ്ഞാൽ ദിസ് ടൈപ്പ് ഇറഗുലർ ആയിരിക്കുന്ന റിഡ്ജസിന്റെ ബാക്കി ഒന്നിലും ഇങ്ങനെയല്ല ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് ruminate endosperm. ഇപ്പൊ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയാണ്, റിമെമ്പർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിവിഷന്റെ ടോപ്പിക്. വളരെ സ്പീഡിൽ പറഞ്ഞിട്ടുണ്ട്, സോറി. ഇതിന്റെ നോട്ട് ഇതിലുണ്ട്. നിങ്ങൾ 15 മിനിറ്റ് കൊണ്ടാണ് ഈ 3 ടോപ്പിക്കും പറഞ്ഞത്. സാധാരണ നമ്മൾ 3-4 മണിക്കൂറിൽ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ പറയുന്നതാണ്. സോ റിമെമ്പർ വാട്ട് ഈസ് പോളിനേഷൻ,
വാട്ട് ഈസ് ഫെർട്ടിലൈസേഷൻ, വാട്ട് ഈസ് എൻഡോസ്പെം. വളരെ സിമ്പിൾ ആയിരിക്കുന്ന